ഏത് സിനിമയ്ക്കത് മറ്റേ സലീം കുമാറാണ്. സലീം കുമാർ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് കിളികളെയും അതിൻ്റെ കൂടുകളും അതിനെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 കൂടുണ്ടായിരുന്നു. ഒരു കൂട് ഞാൻ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ആ കൂടിലുണ്ടായിരുന്ന ഫിഞ്ചസുകളാണ്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ കൂടൊന്ന് പെയിൻറ്റ് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഗോൾഡൻ ഫിഞ്ചസിനെ ഞങ്ങൾ ഒരു ജോഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുമ്പോഴത്തേക്കിനും അതിനിടാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് തുരുമ്പടിച്ചിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് ആ കിളിനെ പിടിക്കാൻ എന്ന് വെച്ചാൽ ഒരു ജോഡി ഫിഞ്ചസും അതിൻ്റെ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ പിടിച്ച് മാറ്റി വേറൊരു കൂടിലോട്ടാക്കിയിട്ട് ഈ കൂടൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ആ വീട് നിങ്ങൾ കണ്ടു നോക്ക്. ആ വലത്തെ കൈ ഉണ്ടെങ്കിൽ പിടിച്ചാൽ മതിയായിരുന്നു. ശരിയാ, നീ പിടിക്കണ്ട. വന്ന് കയ്യിലിരുന്ന് പിടിച്ചേ. ഏത് സിനിമയ്ക്കത് മറ്റേ സലീം കുമാറാണ്. സലീം കുമാർ. എടാ കൂടിന്റെ സൈഡിൽ കൈ വെച്ചോടാ. ഇത് ഫിഞ്ചസ് ആണ്, ലവ് ബേർഡ്സ് ആണ്. ലവ് ബേർഡ്സ് ആണെങ്കിൽ പതുക്കെ പറക്കോളൂ, ഇത് സ്പീഡിൽ പറന്നു പോകും. കേസല്ല. ഇതാണാ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഓട്ടം. ചെറുക്ക അടങ്ങിരിയടാ. തുറന്നു കൊടുത്താണാക്ക. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ആ കിളികളെ വിദഗ്ധമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് പിടിച്ച് ആ ചെറിയ കൂടിനകത്താക്കി അടച്ച് അകത്ത് വെച്ചെങ്കിലും പക്ഷേ അത് ഒരു ദിവസം രാത്രി കൂട് തുറന്ന് ആ 3 എണ്ണവും പുറത്തിറങ്ങി പറന്നുപോയി. അതിൽ ഈ ഒരു ആൺകിളീനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ പെൺകിളിയും കുഞ്ഞും കൂടെ വീടിൻ്റെ എയർ ഹോൾ വഴി പറന്ന് എങ്ങോട്ടോ പോയി, അതിനെ കിട്ടിയിട്ടില്ല. അതിനുശേഷം ഈ ആൺകിളി ഒറ്റയ്ക്കായതുകൊണ്ട് അതിനൊരു ഇണനെ വാങ്ങിച്ച് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇത് ഞങ്ങളുടെ വലിയ കൂടാണ് കേട്ടോ. ഇതൊക്കെ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഇത് പണിയിപ്പിച്ച് വെച്ചതാണ്. അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശം 13 രൂപയ്ക്കകത്തായി. ഈ ഒരു കൂടിന് എത്ര റേറ്റ് വരുമോ ഗൈസ്? അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് ഈ കൂടൊന്ന് വൃത്തിയാക്കി പെയിൻറ്റ് അടിച്ചെടുക്കണം. കാരണം അതിൻ്റെ അടിഭാഗം എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൂട് പണിഞ്ഞിട്ട് തന്നെ ഏകദേശം 2 വർഷമായി. ഇതുവരെയായിട്ട് ഇതിനകത്ത് കിളിയെ ഇട്ടിട്ടില്ല. ആരെങ്കിലും കണ്ടാൽ തന്നെ ചോദിക്കുന്നത് കോഴിക്കൂടാണോ എന്നാണ്. ഈ കൂട് പണിഞ്ഞുകൊണ്ട് വന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് കേട്ടോ ഇരുന്നത്. അപ്പം ഇക്ക പോണേൻ്റെ തലേദിവസമാണ് ഇക്കാരെ ഫ്രണ്ട്സ് എല്ലാവരോട് ചേർന്നിട്ട് ഇത് ബേക്കിലോട്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കല്ലൊക്കെ വെച്ച് കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് അതിൻ്റെ അടിയിൽ വേറൊരു പരിപാടിയും കൂടെ ചെയ്യാൻ പ്ലാനുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു പെയിൻ്റ് ആൻഡ് കോട്ടില്ലേ, ഇതാണ് ഞാൻ അതിനകത്ത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ലവ് ബേർഡ്സിനെ കണ്ടോ ഗൈസ്? ഇതിൽ ആകെ ഇപ്പം 5 എണ്ണം മാത്രമേ ഉള്ളൂ. ഞാനതിൽ പൂട്ടിട്ട് വെച്ചിരിക്കുന്നുണ്ടോ. കാരണം ഇതിൽ ഒരു 3-4 തവണയായിട്ട് ആരൊക്കെയോ വന്ന് കൂട് തുറന്ന് കിളികളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു 10-20 എണ്ണം ഉണ്ടായിരുന്നു ഏകദേശം. കാരണം ഞങ്ങളൊരു 4 ജോഡീനെ വാങ്ങിച്ചുകൊണ്ടിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായി കുറേ എണ്ണം ഉണ്ടായിരുന്നു. കുറേയൊക്കെ ചത്തുപോയി. എന്നാലും ഫിഞ്ചസിനെയും ലവ് ബേർഡ്സിനെയൊക്കെ കുറേ
ആരാണെന്ന് അറിയാൻ വയ്യ, എന്തായാലും ആരൊക്കെ വന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ പൂട്ട് വാങ്ങിച്ച് അതിനകത്ത് ഇട്ടത്. ഫ്രണ്ടിൽ ക്യാമറ വെച്ചു, എന്തിനാണ് കിളികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ വരെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷവും ആരോ വന്ന് കൂട് തുറന്ന് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, കാരണം പൂട്ടിട്ട് വെച്ചിരുന്നതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ കാര്യമാണ്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയത് പോയി, ഇനി വരാനും പോകുന്നില്ല. എന്തായാലും ഞങ്ങൾ ഈ ലവ് ബേർഡ്സിനെല്ലാം കൊണ്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞങ്ങൾ ഫിഞ്ചസിനെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഫിഞ്ചസിന് ഒരു ജോഡി 500 രൂപയാണ് ഗൈസ്. എൻ്റെ ഒരു 500 രൂപയാണ് പറന്ന് പോയതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടം. എൻ്റെ തലയിൽ കിരീട ചൂട് നിൽക്കാനായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ കുട എടുത്ത് തലയിൽ വെച്ചത്. അപ്പം നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഞങ്ങൾ അവിടെ ഒരു കോഴിക്കൂട് സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം അതിനകത്തൊക്കെ നല്ല തുരുമ്പ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ലോണം തുരുമ്പുണ്ട്. അപ്പം നമുക്ക് ആദ്യം അടിഭാഗത്ത് അടിച്ചിട്ട് പിന്നെ മുകളിലോട്ട് അടിക്കാം. ഗൈസ്, പ്രകൃതി എന്നെ ചതിച്ചു. ഭയങ്കര മഴ തോന്നിട്ട് ഇനി എന്തായാലും വെച്ചാൽ നടക്കത്തുള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ കാണണ്ടേ. അപ്പോഴത്തേക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും അടിച്ചിട്ട് പോയി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.